മനുഷ്യ ഏഴാം ഇന്ദ്രിയം ഉണ്ടെന്ന് ഇന്ന് സയൻസ് പ്രൂവ് ചെയ്തിരിക്കുന്നു. നമുക്ക് 5 ഇന്ദ്രിയങ്ങളെക്കുറിച്ച് മാത്രമുള്ള ബോധ്യമേ ഉള്ളൂ. എന്നാൽ സിദ്ധന്മാർ പണ്ടുതൊട്ടേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉപരിയായുള്ള തലങ്ങളെ തൊടാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്, 6-ാം ഇന്ദ്രിയമുണ്ട്, 7-ാം ഇന്ദ്രിയമുണ്ടെന്നൊക്കെ. എന്നാൽ നമുക്കെപ്പോഴും ലാബിൽ നിന്ന് വന്നാലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവികപരമായുള്ള ജീവനെ കുറിച്ചുള്ള പരിവർത്തനത്തിന് വേണ്ടി, മനുഷ്യന് തിരിച്ചറിവിന് വേണ്ടി ഉള്ളൊരിതാണ്. അത് പലരിലും ആക്റ്റീവല്ല, എന്നാൽ ചിലവിൽ അത് ആക്റ്റീവായിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ അവർക്ക് ഒന്നിനെ സ്പർശിക്കാതെ, റിമോട്ട് ടച്ച് എന്നുള്ള രീതിയിലാണ് സയൻസ് ഇതിനെ വിളിക്കുന്ന പേര്, അവർക്കൊന്നിനെയും തൊടാതെ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ. സ്പർശിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കാര്യങ്ങളെ അറിയാൻ കഴിയും. ഇതേപോലെ ജീവന്റെ പരിവർത്തനത്തിന് ഈശ്വരൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന, നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ക്രമീകരണമാണ് 7-ാം ഇന്ദ്രിയം. നോക്കൂ, സിദ്ധന്മാരുടെയും റിയലൈസേഷൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒന്നും ഒരു തോന്നലല്ല, അവർക്കിത് വളരെ യാഥാർത്ഥ്യപരമായി മനസ്സിലായി. നോക്കൂ, സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശിവൻ വന്ന് മുന്നിൽ നിൽക്കുന്നോ, രാമൻ വന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അമ്പെറിയുന്നതോ, മുരുകൻ വന്ന് വെയിലുകൊണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറയുന്നത്, ഇതൊന്നും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വൈബ്രേറ്റ് ചെയ്തെന്നോ, എനിക്ക് ഇവിടെ ഒരു തടുപ്പുണ്ടായി, ഇതൊന്നും അല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതൊക്കെ സംഭവിക്കാം. ഇതൊന്നും കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. റിയൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ ജനനം മരണ സ്മൃതിയെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. ലൈഫിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ആ ബോധത്തെ കണ്ടെത്തുക. നിങ്ങൾ ഈശ്വരനൊരു ബോധ്യമായി, അല്ലെങ്കിൽ ഒരു ബോധമായിരിക്കുന്ന അവസ്ഥയാണ്, അതിനെ അറിയുക. എൻ്റെ മരണം എന്താണ്, എൻ്റെ ജനനം എന്തായിരുന്നു, ഞാനെന്നുള്ള ജീവൻ്റെ അവസ്ഥ എന്താണ്, ഈ ഒരു തിരിച്ചറിവിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിനെ എല്ലാവരിലും സഹായിക്കുന്ന കാര്യമാണ് പരമാത്മാവിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുക എന്നുള്ളത്. ഈ ബോധപ്രക്രിയ തന്നെ ഉണരും. നിങ്ങളുടെ 7-ാം ഇന്ദ്രിയം, ഇനിയിപ്പോൾ ഇത് വെറുതെ അല്ലല്ലോ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, ആ 7-ാം ഇന്ദ്രിയത്തിലൂടെ നിങ്ങൾക്ക് ഈ രഹസ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. എപ്പോഴും ലാബിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഗുരുക്കന്മാർ ഇതിൻ്റെ മുൻപേ അത് കണ്ടെത്തി പറഞ്ഞു നൽകിയിട്ടുണ്ട്.